എന്താ ഒന്നും പറയണ്ട. ഞാൻ പിടിക്കാം. അല്ലത് എന്തൊക്കെയാണ് നോക്കട്ടെ, ഞാൻ പിടിക്കാം. എന്താ കട മുഴുവൻ മേടിച്ചോണ്ടെന്നോ? ഞാൻ ഓളുടെ സാരി ഒക്കെ ഒന്ന് പോയി നോക്കട്ടെ. വീടല്ലേ എവിടെ? നിറക്ക് ഞാൻ പിടിച്ചോളാം. ഇതെന്തോടോ കട മുഴുവനുണ്ടല്ലോ. ഇപ്പോഴാണ് എനിക്കൊരു സന്തോഷമായത് ചങ്ങായി. അതെ മല്ലിക സത്യം പറഞ്ഞ ഇത്രയും സന്തോഷം ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ തന്നെയാണേ, ആണുങ്ങൾക്ക് എന്തെങ്കിലും കയ്യിലുണ്ടാവുമ്പോഴേ പെണ്ണുങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. വളരെ ശരിയായത്. പക്ഷെ എന്താ അറിയോ, കയ്യിൽ പൈസ ഇല്ലടോ. അതുകൊണ്ടല്ലേ ഇപ്പൊ അവള് പറയണ എന്തെങ്കിലും ഒരു സാധനം പോലും അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. അതിനിപ്പോ എനിക്ക് പണിയുടെ അഡ്വാൻസ് കിട്ടിയല്ലോ, കാര്യങ്ങളും നടന്നല്ലോ. ഇനിയിപ്പോ എന്താണ്? അതെ അത് കാണുന്നു. അതിനല്ലേ വേണ്ടേ. ഞാനേ നമ്മുടെ ജോസൂട്ടിനെ ഒന്ന് വിളിക്കട്ടെ. എന്തിനാണ് അത് വിളിക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട്. ഇന്ന് കമ്പനി കൂടുതലൊന്നും വേണ്ട കേട്ടോ. ഇന്നില്ല, നാളെ. ഹലോ ഹലോ ജോസൂട്ടിയെ, എടാ നാളെ നീ വരുമ്പോഴേ നേരത്തെ അങ്ങോട്ട് വരണം. ഒരു ചെറിയൊരു പരിപാടി, സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നാളെ കേട്ടോ. നാളെ നാളെ നാളെ. എന്താണ്? അതെയോ? എന്നായിക്കോട്ടെ, എന്നാ പിന്നെ പോരെ. ഓക്കെ, ഓന്താ വന്നോണ്ടിരിക്കുകയാണെന്ന് ഇവിടെ എത്തിയത്. അപ്പൊ നാളത്തെ കലാപരിപാടിയൊക്കെ നിങ്ങള് വേറെ കേട്ടോ. ഭക്ഷണം സദ്യയൊക്കെ മതി ഇവിടെ, ബാക്കിയൊക്കെ നിങ്ങള് വേറെ നിങ്ങൾക്ക് പറ്റുന്ന സ്ഥലത്ത്. ജോസൂട്ടൻ അവിടെ വന്നിട്ട് ജോസൂട്ടിനും കൂടി വരാ പറഞ്ഞ അതോ? അല്ല, അങ്ങോട്ട് വരാന്ന് പറഞ്ഞാണ്. വാസുട്ടേ, അതെ രാജീവൻ സാറ് നാളെ തന്നെ വീടിന്റെ തറക്കല്ലിടണമെന്ന് തീരുമാനിച്ചു. അതെ, അത് നമ്മൾ ഉറപ്പിച്ചതാണല്ലോ. ഉറപ്പിച്ചതാണ്. പക്ഷെ പുള്ളിക്ക് നിന്നെ നേരിട്ട് കണ്ട് ക്ഷണിക്കണം, അതാണ് ഒരു ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞു. അന്നാ പോയി നേരിട്ട് കാണാന്ന് പറഞ്ഞ് വിളിച്ചോട്ട് പോന്നാണ്. വാസൂട്ടി അന്ന് വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ മതിയെന്ന് പറയാൻ കാരണം കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ അതൊക്കെ ഒരുവിധം പരിഹരിച്ചു. പിന്നെ മകനൊരേ നിർബന്ധം, അത് ഉടനെ തുടങ്ങണം. മകള് സിംഗപ്പൂരിൽ നിന്ന് വന്നു കഴിഞ്ഞിരിക്കുക. ശരി, അപ്പൊ ഇത് കഴിഞ്ഞിട്ടേ പോകുള്ളൂ എന്നാ പറയണത്. അപ്പൊ അത് കണ്ട് നേരിട്ട് കണ്ട് പറയാനും അഡ്വാൻസ് തരാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അല്ല, അഡ്വാൻസ് തന്നല്ലോ? അഡ്വാൻസ് തന്നില്ലല്ലോ. ഇല്ല, അഡ്വാൻസ് തന്നിട്ടില്ലല്ലോ. ഇല്ലല്ലോ. വാസുട്ടി, ഐശ്വര്യമായിട്ട് 20,000 രൂപ അഡ്വാൻസ് അങ്ങോട്ട് പിടിക്കുക. നാളെ വന്ന് ഭംഗിയായിട്ട് പണികളെല്ലാം നടത്തുക. ആയിക്കോട്ടെ ആയിക്കോട്ടെ സാറേ. പിന്നെ തറക്കല്ലിടാൻ വേണ്ടിട്ട് നമുക്കൊരു 3 കല്ല് അവിടെ റെഡിയാക്കി വെക്കേണ്ടി വരും. അത് കല്ലും പൂജാ സാധനങ്ങളെല്ലാം റെഡിയാണ് അവിടെ. പണിയുടെ കാര്യം ഭംഗിയാക്കാൻ എന്താ രാജീവൻ ചേട്ടാ, വാസൂട്ടി ഏറ്റാ പണി സൂപ്പറായില്ലേ? ധൈര്യമായിട്ട് പോയിക്കോ. ഞാനേ ഒന്നിവിടെ നിൽക്കാം. ഓക്കെ എന്നാ ശരി ശരി ശരി. ഓക്കെ എന്നാ. ഓക്കെ സാർ, ഓക്കെ. ഏടോ ചെങ്ങായി, ഒരാള് കായ് വരുമ്പോ അത് തന്നു എന്ന് പറയണ എന്തിനാണ് മേടിച്ചു വെക്കണ്ടേ? അല്ല, അപ്പൊ അയാൾ ഒരു പ്രാവശ്യം തന്നില്ല, പിന്നെ എന്തിനാണ് ഈ പൊട്ട പൈസ തരുന്നത്? തന്ന അത് അയാൾ കുറച്ചോളൂ. അത് മൊത്തത്തിൽ തരുമ്പോ വിഷു ഒക്കെ അല്ലേ, നീ എന്തെങ്കിലും ആഘോഷിച്ചോട്ടെ എന്ന് പറഞ്ഞ് തന്നാണെങ്കിലാ. 2 പ്രാവശ്യം അഡ്വാൻസ് അത് പറഞ്ഞ് സെറ്റിൽ ചെയ്യാൻ ഞാൻ പറഞ്ഞു. അവിടെ ചെല്ലുമ്പോ ഒരു 25 കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ അത് കുറക്കാൻ പറയണ എന്തിനാ? പിന്നെ ആ സന്തോഷത്തിന് ഞാൻ ഒന്ന് പൊട്ടിക്കട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പരിപാടി പരിപാടി ഇതൊക്കെ സന്തോഷം വരുമ്പോ എല്ലാവരും ചെയ്യണം. സന്തോഷിക്കട്ടെ. പിന്നെ എന്താ വന്നോട്ട് ഇതിന്റെ കാര്യത്തിൽ പാസൂട്ടിന് ഇവിടെ നിന്ന് പുറത്താക്കണമെങ്കിൽ പരീക്ഷ ആക്കിക്കോ. ഇവിടെ മേശപ്പൂവാണല്ലേ? പിന്നെ പരീക്ഷ എന്താ കരുതിയത്? ഞാൻ മറ്റാന്ന് വിചാരിച്ചു. നിനക്ക് ആ ഒരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ആ പിള്ളേരൊക്കെ വിളിക്കും. കളിക്കാണല്ലോ. കുട്ടികളെ വിളിക്കേ. ഓടി വാ